ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മളിതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പണിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. രാവിലെ എണീക്കാൻ നല്ല മടിയാണ്, ഇപ്പോൾ തണുപ്പായി തുടങ്ങി. അപ്പോൾ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്ന് ആലോചിക്കുമ്പോൾ അതിനേലും വലിയ മടിയോ കിടന്നോടത്തുനിന്ന് എണീക്കാനേ തോന്നില്ല. അപ്പോഴാണ് എനിക്ക് അമ്മ അയച്ച ഇടിയപ്പത്തിന്റെ പൊടിയുടെ കാര്യം ഓർമ്മ വന്നത്. ഇതിന്റെ പാക്കറ്റുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട് പച്ചവെള്ളത്തിൽ കുഴച്ചുണ്ടാക്കാന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു മടിയൊക്കെ കളഞ്ഞിട്ട് ഇപ്പൊ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇടിയപ്പം ഉണ്ടാക്കാന്ന്. 1.5 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് സാധാരണ പച്ചവെള്ളം കുറേശ്ശെ ഒഴിച്ച് അങ്ങോട്ട് കുഴച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കുള്ള വീഡിയോസിലും അമ്മേനെ എന്താ കാണിക്കാത്തെ, അമ്മ നാട്ടിൽ പോയോ എന്നൊക്കെയുള്ള കമന്റ്സ് വരാറുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾ നാട്ടിൽ പോയപ്പോ അമ്മ അവിടെ നിന്നോട്ടോ, തിരിച്ച് ഞങ്ങൾ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല. പണ്ടത്തെ പോലെ വ്ളോഗ്സ് ഒന്നും സ്ഥിരമായിട്ട് ഇടാത്ത കാരണമാണ് വിശേഷങ്ങളൊക്കെ പറയാനും അറിയാനൊക്കെ വിട്ടു പോകുന്നത്. ജിക്കു 7 മണിയായി. ജിക്കു 7 മണിയായി, എനിക്കു 5:30 എണീറ്റിരുന്ന ഞാനിപ്പോ 6:30 എണീറ്റിരുന്ന ജിക്കുട്ടൻ ഇപ്പോ 7 മണിക്കാണ് കേട്ടോ എണീക്കാറുള്ളത്. എന്നാലും പണികളൊക്കെ തീരുന്നുണ്ട്, അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ 6:30 പോണത്. പിന്നെ ഞാൻ അതിന്റെ ഇടയിൽ കൂടെ ലഞ്ചിന് പറ്റുന്ന പണികളും കൂടി കുറേശ്ശൊക്കെ ചെയ്ത് വെക്കാൻ ശ്രമിക്കും. അപ്പൊ പിന്നെ അത്ര അധികം സമയം പോവില്ല. പിന്നെ കിച്ചുകുട്ടിനൊക്കെ സ്കൂളിലാക്കി കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാനും വീഡിയോക്ക് സൗണ്ട് കൊടുക്കാനൊക്കെ കുറച്ച് സമയം കണ്ടെത്താം. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ജോലിക്ക് കയറും. ജിക്കുട്ടന് ഇപ്പൊ 8 വയസ്സ് കഴിഞ്ഞു. അപ്പൊ ബ്രഷിങ്ങും കുളിയൊക്കെ അവൻ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോ എനിക്ക് ഒരുപാട് പണികൾ കുറഞ്ഞ പോലെയാണ്. അല്ലെങ്കിൽ ഞാൻ രാവിലെ എനിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും അവനെ റെഡിയാക്കലും ഒക്കെ തനിയെ ചെയ്യണ്ടേ, അപ്പൊ ഒത്തിരി സമയം എടുക്കും. ഇപ്പൊ കാര്യങ്ങൾ കുറച്ചും കൂടി സ്മൂത്തായി. ഞാൻ എന്റെ പണികൾ ചെയ്യും, അവൻ അവന്റെ കാര്യങ്ങൾ ചെയ്യും. പിന്നെ അവൻ കുറച്ചും കൂടി സമയത്തിന് വില കൊടുക്കുന്ന ഒരാളാണ്. നേരത്തെ പോണം, നേരത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇത്തിരി ലേറ്റ് ആയാൽ തന്നെ ദേഷ്യം വരവും ഇവിടെ ആകെ കരഞ്ഞ് പൊളിക്കും കേട്ടോ. അമ്മ കാരനാണ് ലേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനും ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു കേട്ടോ. എനിക്ക് സ്കൂളിലൊക്കെ നേരത്തെ എത്തണം. ചേട്ടനായാലും അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ തട്ടിമുട്ടി നടക്കുന്ന ടീംസ് അല്ല കേട്ടോ. അത്യാവശ്യം നല്ല പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ തീർത്ത് റെഡിയാവും. നൂലപ്പത്തിന്റെ അച്ഛൻ്റെ അകത്തൊക്കെ നല്ല രീതിയിൽ തന്നെ എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ചുറ്റിയെടുക്കാൻ പറ്റും. എനിക്ക് ഈ ചുറ്റണ കാര്യത്തിലൊന്നും ഇത്ര ബുദ്ധിമുട്ട് തോന്നാറില്ല. ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് തന്നെ ചുറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ആർക്കും ഇഡ്ലിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇഡ്ലി പാത്രം എടുത്തിട്ട് തട്ടിന്റെ മുകളിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് അവിടെ നിന്ന് ഇറക്കാൻ എനിക്ക് മടിയാണ്. അതേപോലെ തന്നെ നൂലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറേ തട്ടുകൾ ഇങ്ങനെ എടുത്ത് കഴുകണ്ടേ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്നിച്ച് അങ്ങനെ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊന്നും ഈ തേങ്ങ മുകളിൽ വിതറുന്ന പരിപാടി ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ ചുമ്മാ ആവി കയറ്റി എടുക്കുക ചെയ്യാറുള്ളത്. അടുത്ത ജീരക വെള്ളം തിളയ്ക്കുന്നുണ്ട്, അത് ചേട്ടന് കുടിക്കാനുള്ളതാണ് കേട്ടോ. ഞാനും പിള്ളേരൊക്കെ പച്ചവെള്ളം തന്നെ കുടിക്കുക. ഈ ഒരു ടവലാണ് കേട്ടോ ഞാൻ കിച്ചൺ സിങ്ക് ഒക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇത് റീയൂസബിൾ ആണ്. അപ്പൊ കുറച്ച് നാള് യൂസ് ചെയ്തിട്ട് നമുക്ക് കേടാകുമ്പോൾ കളയാം. അപ്പൊ അടുത്തത് ഇതേപോലെ കട്ട് ചെയ്ത് ചെറിയ പീസ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സൈസിൽ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പൊ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കട്ടിങ് കുറവാണ്, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇത് ഒരുവിധം പേരും നാട്ടിലായാലും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് ഇവിടുത്തെ 100 yen ഷോപ്പ് ഡെയ്സോന്ന് മേടിച്ചതാണ് കേട്ടോ. സമയം 7:15 ആയി. ഇനി കളിച്ച് നിൽക്കാൻ നേരമില്ല. നമ്മുടെ ജിക്കുട്ടന്റെ ലഞ്ച് റെഡിയാക്കണം കേട്ടോ. ചോറ് അവിടെ റൈസ് കുക്കറിൽ റെഡിയാവുന്നുണ്ട്. അപ്പൊ ലഞ്ചിന് ഇന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തമോഗയാക്കിയാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പൊ ജാപ്പനീസ് സ്റ്റൈലുള്ള റോൾഡ് ഓംലെറ്റ്. മുട്ട 2 പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി സോയാ സോസ് ചേർത്ത് കൊടുത്തു. പിന്നെ ഉപ്പും കുരുമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ജാപ്പനീസ് സ്റ്റൈലാകുമ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പൊ ഞാൻ ഇടയ്ക്ക് അങ്ങനെയും ഉണ്ടാക്കാറുണ്ട്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിത് ഷോർട്സിൽ കാണിച്ചതാണ്. ഷോർട്സ് കാണുന്നവര് വ്ളോഗ് കാണാറില്ല ചിലപ്പോ, അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ വ്ളോഗ് കാണുന്നവര് ഷോർട്സും കണ്ടോളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഷെയർ ചെയ്യണതാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടൊരു തമോഗയാക്കി പാൻ ഒക്കെ ഉണ്ട് കേട്ടോ. റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഒരു ഫ്രൈയിങ് പാൻ. ഇത് നമ്മൾ സാധാരണ റൗണ്ട് പാനിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തത് ഒരു തിൻ ലെയർ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ചുറ്റി പരത്തി കൊടുക്കുക കേട്ടോ. നല്ല തിന്നായിട്ട് വേണം. ഞാൻ ഒഴിച്ചപ്പോൾ ഇത്തിരി തിക്കായി പോയി. എന്നിട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് റോൾ ചെയ്ത് കൊടുക്കുക. മുഴുവൻ വേവാവണതിന് മുമ്പ് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു സൈഡിലേക്ക് നീക്കി കൊടുക്കാം. എന്നിട്ട് പിന്നെയും നമ്മൾ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചുരുട്ടി കൊടുക്കുക. അപ്പൊ നമ്മൾ ശരിക്കും ഒരു കേക്ക് പോലെയൊക്കെ ആവും. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ഒന്നും ആവണില്ല. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല സ്പോഞ്ച് പോലെ ആയിരിക്കും കേട്ടോ. പാലുണ്ടെങ്കിൽ ഇത്തിരി പാല് ചേർത്ത് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ആരും പാല് കുടിക്കാറുമില്ല. യൂസ് ചെയ്യൽ നിർത്തി, മേടിക്കാറേ ഇല്ല പാല് കേട്ടോ.
അപ്പം നമ്മുടെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. തമോഗയാക്കി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കുറച്ച് പീസ് വെച്ച് കൊടുത്തു. ക്യാരറ്റ് അരിഞ്ഞ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചോറിൽ സീസണിങ് ആഡ് ചെയ്ത് വെച്ച് കൊടുത്തു. അതാണ് അവന് ഇഷ്ടം. അപ്പോൾ അവൻ ഹാപ്പി ആവും കേട്ടോ. അപ്പോൾ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. 7:40 ആയിട്ടുള്ളൂ. അപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. 8 മണിക്ക് ബസ് പോവുള്ളൂ കേട്ടോ. അവിടെ പോയിട്ട് ഫസ്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ബസ് സ്റ്റോപ്പിൽ ക്യൂ നിൽക്കാൻ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറയും അമ്മ ബാൽക്കണിയിൽ നിന്ന് ബൈ പറഞ്ഞോളൂ കേട്ടോ എന്ന്. അപ്പം ഞാൻ ബാൽക്കണിയിൽ കാത്തു നിൽക്കാൻ കേട്ടോ അവൻ വരണത് നോക്കിയിട്ട്. നമ്മുടെ ചാനലിൽ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അടുത്തിരിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു വ്ളോഗ് എടുത്തത്. ഒരുപാട് പുതിയ കൂട്ടുകാർ ചാനലിലേക്ക് വന്നിട്ടുണ്ട്. അധികം പേരും വന്നത് ഷോർട്ട് വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തതാണ്. അപ്പം അങ്ങനെ വന്നവർക്ക് ചിലപ്പോൾ ലോങ് വീഡിയോസ് കാണുമ്പോൾ ഒത്തിരി ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവാം. ലോങ് വീഡിയോസിലൂടെ ഞാൻ അധികവും വീട്ടിലത്തെ വിശേഷങ്ങളും ജപ്പാനിലത്തെ ഒരു സാധാരണ ഒരു ലൈഫും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നാട്ടിൽ നിന്ന് ജപ്പാനിലേക്ക് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇവിടുത്തെ ഒരു സാധാരണ ഒരു ലൈഫും കാര്യങ്ങളൊക്കെ കാണാലോ. പിന്നെ വീട്ടിലത്തെ വിശേഷങ്ങൾ അറിയാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഇടാൻ അധികം പേരും കമന്റ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനത്തെ വീഡിയോസ് ആണ് കേട്ടോ ലോങ് വീഡിയോസ് ആയിട്ട് ചെയ്യാറുള്ളത്. ഷോർട്ട് വീഡിയോസിൽ നമ്മൾ ജപ്പാനിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. ബാക്കി വന്ന മാവ് ചെറിയ ബോൾസ് ആക്കിയിട്ട് മണിപ്പുട്ട് പോലെ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചേർന്നിരിക്കുന്നത് പൊട്ടറ്റോ അരിഞ്ഞ് ആവി കയറ്റാൻ വെച്ചതാണ് കേട്ടോ. അപ്പം നമ്മുടെ പണികൾ വേഗം കഴിയുകയും ചെയ്യും. പാത്രങ്ങൾ കുറച്ച് കഴുകിയാലും മതി. അല്ലെങ്കിൽ ഞാൻ പൊട്ടറ്റോ വേവിക്കാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ കഴുകണ്ടേ. അപ്പം അടുത്ത ബർണറിൽ ഞാൻ ദേ മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മസാല ആവുന്ന നേരം കൊണ്ട് നമ്മുടെ പൊട്ടറ്റോ റെഡിയാവും. ഇതിലേക്ക് ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയും നൂലപ്പവും മണിപ്പുട്ടും എല്ലാതും ടപ്പൊന്ന് റെഡിയാവും. ഇനി കുറച്ച് കടലപ്പരിപ്പ് എടുത്തിട്ട് കുതിർത്തി വെക്കുന്നുണ്ട്. വൈകുന്നേരം പരിപ്പ് വട ഉണ്ടാക്കാനാണ് കേട്ടോ. ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ ഡീപ് ഫ്രൈ ചെയ്യണ ഐറ്റംസ് ഒക്കെ വളരെ കുറച്ചാണ് ഉണ്ടാക്കാറില്ല എന്ന് തന്നെ പറയാം. പപ്പടം പോലും വീട്ടിൽ വറക്കാറില്ല കേട്ടോ. അപ്പോൾ ഓയിലൊക്കെ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ കുറേ നാളായപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു ഇടയ്ക്ക് ഇങ്ങനെ പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് സമയം കിട്ടിയപ്പോൾ അതൊന്ന് കുതിർത്തി വെക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞങ്ങൾ പാല് മേടിക്കലൊക്കെ നിർത്തിയെന്ന്. അതിന് പകരമായിട്ട് ഇപ്പൊ ആൽമണ്ട് മിൽക്ക് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു. ഇപ്പൊ ഓട്സ് മിൽക്ക് ഒന്ന് ട്രൈ ചെയ്തു. അപ്പൊ ജിക്കു ഈ ഓട്സ് മിൽക്കിൽ കോൺഫ്ലേക്സ് ഇട്ടിട്ട് കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല, പക്ഷെ സ്മൂത്തി ഒക്കെ അടിക്കാൻ നല്ലതാണ് കേട്ടോ. ഇതിന്റെ ടേസ്റ്റ് ഒന്നും അങ്ങനെ അറിയില്ല. നമ്മുടെ പൊട്ടറ്റവും മണിപ്പുട്ടൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. പച്ചവെള്ളത്തിൽ കുഴച്ചതാന്നേ പറയില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല നൂലപ്പവും മണിപ്പുട്ടും ഒക്കെ ആയിരുന്നു. അപ്പൊ കാര്യം നല്ല എളുപ്പമായി. ഇനി നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ഈ പൊടി കൊണ്ടുവരണം. ഇഞ്ചി വെളുത്തുള്ളിയും സവാളയും കൂടി നന്നായിട്ട് വഴറ്റി മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും ചേർത്ത് പച്ചമണം മാറിയപ്പോൾ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് എണ്ണ കിണിഞ്ഞ് വരെ വഴറ്റിയിട്ട് നമ്മൾ എവിച്ച് വെച്ചിട്ട് പൊട്ടറ്റവും കൂടി ചേർത്ത് മിക്സാക്കി തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടോ. ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം. പിന്നീടല്ലോ തേങ്ങാപ്പാലും കൂടി ചേർത്താൽ നല്ലൊരു മസാലക്കറി റെഡിയാണ്. നൂലപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയും കൂടെയൊക്കെ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കിച്ചുകൂട്ടനെ എനിപ്പിച്ച് റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ അറിയാലോ. ഇനി ഞാൻ കുറച്ച് കള്ളത്തരം ചെയ്യണ തിരക്കിലാണ്. അപ്പോൾ രാവിലത്തെ കിച്ചുകൂട്ടൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, രാത്രി എപ്പോഴാണ് ഉറങ്ങിയത്, രാവിലെ എപ്പോൾ എണീറ്റു, ടോയ്ലറ്റിൽ പോയിട്ടുണ്ടായിരുന്നോ, ഇതൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ടെമ്പറേച്ചർ നോക്കാനൊന്നും ചിലപ്പോൾ നേരം കിട്ടാറില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് എഴുതി വിടും. പിന്നെ വൈകുന്നേരം ആയപ്പോൾ പരിപ്പ് വട ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല. അതെല്ലാം കൂടി അരച്ചിട്ട് ഞാൻ പരിപ്പ് വടയുടെ ഷേപ്പൊക്കെ ആക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ. വൈകുന്നേരം നല്ല തിരക്കായി പോയി. അതിനിടയിൽ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ദിവസം പോണ വഴി കാണില്ല. അങ്ങനെ ഒരു വെള്ളിയാഴ്ചയിലത്തെ തിരക്കും വിശേഷങ്ങളൊക്കെയാണ് ഇതുവരെ കണ്ടത്. പിറ്റേ ദിവസം ശനിയാഴ്ച ഫ്രണ്ടിന്റെ വീട്ടിൽ എല്ലാവരും കൂടി കൂടിയിട്ട് സ്നാക്സ് ഒക്കെ ഓരോരുത്തർ ഉണ്ടാക്കി കൊണ്ടുവന്ന് അങ്ങനെ മീറ്റ് ചെയ്യാന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡിന്നർ പ്ലാനും ഉണ്ട്. ഡിന്നർ അവിടെ നിന്ന് കുക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ചെന്നപാടെ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞങ്ങൾ അധികവും ഒരുമിച്ച് കൂടുമ്പോൾ ഡിന്നറിനാണ് കേട്ടോ കൂടാറുള്ളത്. അപ്പൊ മിക്കവാറും സെയിം മെനു ഒക്കെ തന്നെയായിരിക്കും. ഈ പ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ഓരോരുത്തരും ഓരോ ഡിഫറെന്റ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ കൂടിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ടേബിള് കാണാനൊരു നോമ്പുതറ ഫീൽ ഉണ്ടായിരുന്നു. നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് നാളായിട്ട് കഴിക്കാൻ ആഗ്രഹിച്ച ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമല്ലേ കാണാൻ. കഴിക്കാനും അടിപൊളിയായിരുന്നു. എല്ലാം ഒന്നിനൊന്നും വെച്ചെന്ന് പറയാം. ഞാൻ ഉണ്ടാക്കിയത് ലഡുവും അതേപോലെ തന്നെ പുഡിംഗ് ആയിരുന്നു കേട്ടോ. തലേദിവസം വെള്ളിയാഴ്ച രാത്രി നമുക്ക് 200K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അതറിഞ്ഞിട്ട് എനിക്ക് സർപ്രൈസ് ആയിട്ട് ഒരു കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ആകെ സർപ്രൈസ് ആയിപ്പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടിയ സമയമായതുകൊണ്ട് ഒരുപാട് സന്തോഷമായി. പിന്നെ ഓരോരുത്തരോടും എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. ഞാനിങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടയ്ക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാറില്ല. എന്നിട്ട് പോലും നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട്
താങ്ക്സ് ഉണ്ട്. എനിക്കറിയാം ഞാൻ ഇങ്ങനെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയ സ്ഥിതിക്ക് ഞാനിതിങ്ങനെ കളിയായിട്ട് കണ്ടാൽ പോരാ. ഞാൻ എൻ്റെ സമയം പോലെ ഞാൻ നല്ല വീഡിയോസും ഷോർട്സും ഒക്കെ ഇടാൻ മാക്സിമം ശ്രമിക്കും കേട്ടോ. ശരിക്കും ഓരോ ഐറ്റംസ് എടുത്ത് നമ്മളിങ്ങനെ പ്ലേറ്റിലൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കിയപ്പോഴേ എൻ്റെ ഹോസ്റ്റലിലത്തെ നോമ്പ് തുറയൊക്കെ എനിക്ക് മിസ് ചെയ്തു. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു കാലമായിരുന്നു. ഇങ്ങനെ നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ ആയിരിക്കും. പിന്നെ ഇത് നമ്മളെ നാട്ടിലാണെങ്കിൽ വേണമെന്ന് വിചാരിച്ച കടയിൽ പോയ ടപ്പന്ന് സാധനങ്ങൾ കിട്ടും. ഇവിടെ നമ്മൾ ഉണ്ടാക്കുക തന്നെ വേണം. പിന്നെ ഇതുപോലെ എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ എല്ലാതും കൂടി ഇങ്ങനെ ഒരു ടേബിളിലൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. ഡിന്നർ പ്ലാൻ നൂഡിൽസും പിസ്സ ഓർഡറിങ്ങും ഒക്കെ ആയിരുന്നു. പക്ഷെ പിസ്സയുടെ ഒന്നും ആവശ്യമില്ല. സ്നാക്സ് കഴിച്ച എല്ലാവരും ഓൾമോസ്റ്റ് ഫുൾ ആയിട്ടുണ്ട്. പച്ചക്കറികളായാലും ഓരോരുത്തരും ഓരോന്നൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നു. അതുകൊണ്ട് പണികളൊക്കെ എളുപ്പം കഴിഞ്ഞു. നൂഡിൽസ് ഓൾമോസ്റ്റ് കുക്ക്ഡ് ആയിട്ടുള്ള യാക്കി സോബയുടെ നൂഡില് നമുക്ക് 1 kg ആയിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ. അതിന്റെ 2 kg നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 1.5 പാക്കറ്റ് എടുത്തിട്ട് വലിയവർക്ക് കുറച്ച് എരിവായിട്ടും കുട്ടികൾക്ക് കുറച്ച് എരിവ് കുറച്ചിട്ടൊക്കെ ഉണ്ടാക്കി എഗ് നൂഡിൽസ് ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കൂടി ഒത്തുകൂടി സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോഴേ വീഡിയോ എടുക്കാൻ തന്നെ മറന്നു പോകും. പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ മാത്രമായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിലും അത് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറേയൊക്കെ ഫ്രണ്ട്സ് ആണ് കേട്ടോ വീഡിയോസ് ഒക്കെ എടുത്ത് തരാറുള്ളത്. പിന്നെ നമ്മുടെ വലിയവർക്കുള്ള നൂഡിൽസും ചെറിയ കുട്ടികൾക്കുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനലിലേക്ക് പുതിയതായിട്ട് വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.